നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദേവസ്വങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള അന്വേഷണത്തോട് യോജിക്കുന്നില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം. ATM കൊള്ള നടത്തിയ കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. 5 പ്രതികളെയാണ് കനത്ത പോലീസ് ബന്ദോബസ്തിൽ തൃശൂരിലെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ BJP കളക്ടറേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും ഭയക്കാനും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മാള സ്നേഹഗിരിയിൽ വീടിനും കാറിനും ബൈക്കിനും പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ബന്ധു അറസ്റ്റിൽ. കുഴൂർ കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസ് ആണ് അറസ്റ്റിലായത്. അരണാട്ടുകര ഷീല കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. കൊരട്ടി തിരുമുടിക്കുന്നിൽ ആന്ധ്ര സ്വദേശിനിയായ യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടുടമ പോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ചൊവ്വാഴ്ച എക്സ്പോ സമാപിക്കും. നടൻ ഇടവേള ബാബു ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹാജരായി. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതിയിലാണ് ഹാജരായത്. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെടാൻ അക്കാദമികമല്ലാത്ത മാനദണ്ഡങ്ങളും വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങളുമാണെന്ന് സ്ഥിതി അംഗീകരിക്കാനാവില്ലെന്ന് ശാസ്ത്രജ്ഞ കൂട്ടായ്മ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ശാസ്ത്രാവബോധ സമിതി സംഘടിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയാണ് പ്രമേയം പാസാക്കിയത്. കോൾ പാടശേഖരങ്ങളിൽ കേര പദ്ധതി പ്രായോഗികമാക്കാനുള്ള സാധ്യതാ പരിശോധനയ്ക്കായി വിവിധ വകുപ്പ് പ്രതിനിധികൾ പുറത്തൂർ പാടശേഖരം സന്ദർശിച്ചു. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് വിഭാവനം ചെയ്യുന്നത്. മുളങ്ങുന്നത്തുകാവ് കലാസമിതി സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ ബാലവേദി ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. മേഖലാ ബാലവേദി കൺവീനർ ഉണ്ണികൃഷ്ണൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ T സത്യനാരായണൻ, T ഹരികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂരിൽ പരോളിലിറങ്ങിയ ചാരായം വാറ്റിയ പ്രതി പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ആളൂർ സ്വദേശി സതീശനാണ് ചാരായം വാറ്റിയത്. മുല്ലശ്ശേരി പറപ്പാടം കോൾപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജൈവ വൈവിധ്യ സംരക്ഷകൻ NJ ജെയിംസ് ധർണ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് മിഷൻ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇലക്ട്രോണിക് നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സ്ഥാപിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്വിച്ച് ഓൺ ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് വാർഷിക സമ്മേളനം വടക്കാഞ്ചേരിയിൽ മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. AKPA യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട് അധ്യക്ഷത വഹിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. തന്ത്രി അഴകത്തുമനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. യജ്ഞം ഈ മാസം 11-ന് ആറാട്ടോടെ സമാപിക്കും. തൃശൂർ പുത്തൻപള്ളി ബസിലിക്കയുടെ ദൈവാലയ പ്രതിഷ്ഠാ ശതാബ്ദി വർഷാചരണത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. കുട്ടനല്ലൂർ തോട്ടപ്പടിയിൽ ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ മരത്തിലിടിച്ചു. ഇറച്ചിക്കോഴിയുമായി പോയിരുന്ന ഗുഡ്സ് ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് റെക്കോർഡ് വില ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. 40 രൂപ കൂടി വർദ്ധിച്ചാൽ പവന്റെ വില 57,000-ലെത്തും. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാളെ എത്തിക്കും. വിളക്കേത്ത് ഹരിദാസന്റെ മകൻ 26 വയസ്സുള്ള ഹനീഷാണ് മരിച്ചത്. 1 മാസം മുമ്പാണ് അപകടമുണ്ടായത്. ഗാന്ധി ജയന്തി വാരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് പൂമല പുനർജനി സന്ദർശിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിയത്.
അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവേശന കവാടത്തിൽ SFI സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു. പ്രിൻസിപ്പാളിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. അരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മാർ ടോണി നീലങ്കാവൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 12, 13 തീയതികളിലാണ് തിരുനാൾ. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് മുന്നിൽ താൽക്കാലിക വളയം കെട്ടിന്റെ നിർമ്മാണം തുടങ്ങി. KLDCC കനാലിന് കുറുകെ 83 മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. കൊടുങ്ങല്ലൂർ ശൃംഗപുരം GLPSHS സ്കൂളിൽ നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുട്ടഞ്ചേരി സെന്ററിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്ഷീര കർഷകരുടെ നേതൃത്വത്തിൽ പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ മത്സരം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.